അപ്പം എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഈ ലോകം അത് മുന്നോട്ടേക്ക് നിലയറിയാതെ പിന്നോട്ടേക്ക് ഞാനും അതിൻ പിറകെ പോക്ക് തലവരയത് എങ്ങോട്ടേക്ക് സ്ഥിതിഗതി വിധി വരച്ചൊരു കൊലച്ചതി അത് തിരയുമ്പോൾ ഒരു പിടി മറുപടി കഥ പറഞ്ഞു. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ചിക്കനാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്, ക്ലീനാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഇനി വരി ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ 6 പാക്കാണ് ചിക്കനെന്ന് ആക്കിയെടുക്കാൻ പോകുന്നത്. 6 പാക്ക് അല്ല, നമുക്ക് 8 പാക്ക് ആക്കിയെടുക്കാം. അപ്പോൾ 8 പാക്കാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. എനിക്ക് 8 പാക്കും 6 പാക്കും ഒന്നും ഇല്ലാത്തതിൻ്റെ വിഷമം ഞാൻ തന്നെ ഇവൻ്റെ പുറത്തങ്ങോട്ട് തീർക്കാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വരി ഇട്ട് അങ്ങോട്ട് കൊടുക്കാം, എല്ലാ സൈഡിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ കോഴിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളിട്ട് അങ്ങോട്ട് പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിന് മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മുടെ മെയിൻ സാധനം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ കുരുമുളക്. അതല്ലോ മെയിൻ. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഇനി മസാല പൊടിയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് ചൊറുക്ക അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. നാരങ്ങ നീര് നമ്മുടെ ഇല്ലാത്ത കാരണമാണ് നമ്മൾ ചൊറുക്ക യൂസ് ചെയ്യുന്നത്. ചൊറുക്ക അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തേക്ക് അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കാം. അത്യാവശ്യം വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇതൊരു 4 മണിക്കൂർ വെക്കണം എന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞത്. ചീഫ് ഷെഫ് ഇതാരാണ്? എൻ്റെ അമ്മയാണ്. അപ്പം നമുക്കിനി നമ്മുടെ ബാക്കി പരിപാടികൾ ചിക്കനൊന്ന് മാരിനേഷൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പം മച്ചന്മാരെ നമ്മുടെ മാരിനേഷൻ എല്ലാ പരിപാടികളൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മൾ കുക്കറിക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 2 വിസിലൊക്കെ നമ്മൾ കുക്കറിൽ വെച്ചാൽ മതി. ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഉരുളിയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണത്. ഇപ്പം നമ്മുടെ കുക്കർ ചിക്കൻ തന്നെ കുക്കറിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട്. ഇനി നമുക്കത് ഉരുളിക്ക് തന്നെ ഇതേപോലെ അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. ഇനി ആ ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്ന ഗ്രേവി അത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് കുറച്ച് വേപ്പലും കൂടി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലേക്കും തിരിച്ചും മറിച്ച് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത് റെഡി ആക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സോസുകളും കൂടി ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ അതിൽ ടൊമാറ്റോ സോസും സോയ സോസും ആണ് ആഡ് ചെയ്യുന്നത്, 2 സൈഡിലും ഒഴിച്ച് കൊടുക്കണത്. ഇപ്പം നമ്മുടെ കുക്കർ ചിക്കൻ തന്നെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് കുറച്ച് പുതിനയിലും മല്ലിയിലും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ച് ഒരു വട്ടം കൂടി അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ തന്നെ ഇവിടെ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നൈസായിട്ട് കുറച്ച് സവാളൊക്കെ സൈഡിൽ വെച്ച് പിന്നെ മയനൈസും സോസൊക്കെ കൂടി അങ്ങോട്ട് സൈഡിലൊക്കെ ഒഴിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ഒരു കാലെടുത്ത് അങ്ങോട്ട് കടിച്ച് അങ്ങോട്ട് പറിച്ച് കഴിക്കാൻ നോക്കാം. ഈ ലോകം അത് മുന്നോട്ടേക്ക് നിലയറിയാതെ പിന്നോട്ടേക്ക് ഞാനും അതിൻ പിറകെ പോക്ക് തലവരയത് എങ്ങോട്ടേക്ക്. നമുക്ക് ഇനിയാണ് അങ്ങോട്ട് മുക്കിയെടുക്കാം മൈനൈസിൽ. ഇനി നമുക്കൊരു ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് ആ മൈനൈസിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മുക്കണം. എന്നിട്ട് ഒരു സവോള അതിൽ അങ്ങോട്ട് കുത്തിത്തിരിക്കി വെച്ചിട്ട് ആ വായയ്ക്ക് അങ്ങോട്ട് ഇടാൻ. സംഭവം പൊളിച്ചടക്കിയ മൈനൈസ് നോക്കെ കൂടി അങ്ങോട്ട് കോടി ചേർന്നപ്പോൾ സംഭവം പൊളിച്ചു. ചിക്കൻ ഭയങ്കര സോഫ്റ്റും കൂടി ആയി കാരണം പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ മച്ചന്മാർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് പാക്കലാം.